ഇപ്പൊ തുടങ്ങിയല്ല കള്ളൂടന്മാർക്ക് ചെന്ന് വീഴാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല. രാത്രി ഒന്ന് സ്വൈരായിട്ട് കിടക്കാൻ ഈ പഹേര് സമ്മതിക്കില്ല. സ്വൈര്യം കിടത്താതെ താഴ്ന്ന് പോകാൻ നോക്കുന്നുണ്ടോ? പഞ്ചായത്ത് മെമ്പർ തെരഞ്ഞെടുക്കണുണ്ടല്ലോ. എന്നെ ആര് തരയാൻ? മാധവമാഷ്ക്ക് ദണ്ണ ഒന്നും വീണു അത്രേ, പിന്നെ മിണ്ടിയിട്ടില്ല. ഒന്നും വിചാരിക്കല്ലേ മാമ, വേറെ എവിടെ വെച്ചാലും അവളോട് പിടിക്കും. മക്കളെ ഒരു ഗ്ലാസ് എന്നിട്ടാണ് അവളെ വായിരിക്കണത്. ഞാൻ കേൾക്കുന്നു മൈനാകം മരിക്കാൻ കിടക്കുന്നവരെ കുറ്റം പറയുന്ന ചൊല്ലി നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ കുട്ടി കണ്ണീരും കയ്യുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അത് നിങ്ങൾക്കറിയോ? എന്തിന്? ആരും എന്തുണ്ടായേ? മരിച്ച് ആളുകളെ കഷ്ടപ്പെടുത്താതെ തീർന്നോട്ടെ സന്ത. ഏത് നേരത്തെ ടി വി വാങ്ങിക്കാൻ തോന്നിയാ എന്താ അറിയും? കറക്കണ പശുവിനെ കൊടുത്തിട്ട് ചവിട്ടണ കാളെ വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. നിങ്ങൾ ഈ വയ്ക്കോളൂ ഇന്ന് തീർക്കോ? എന്തിനാണത്? ഇവിടെ ടി വി ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് മാനക്കേടുണ്ടെങ്കിൽ വെച്ചോളം നീക്കാം. ഞാൻ ഇപ്പൊ ടി വിയുടെ മുമ്പ് ഇരുന്നല്ലേ മുട്ട കഴിഞ്ഞില്ല. എന്റെ മുട കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വേണ്ടായിരിക്കും. ചുമ്മാ നമ്പർ നമ്പർ അണ്ണാ മതി, വെള്ളം ചേർക്കണ്ടേ? ഡേ ഉള്ള ചാരയെല്ലാം വലിച്ചേരി നിന്റെ പെണ്ണെ കാണണമെന്ന് എന്നെ വിളിക്കല്ലേ? ആ കിളവന്റെ അടി ഇനി വാങ്ങിച്ചേട്ടാ, എന്നെ കൊണ്ട് പറ്റില്ല. കക്കൂസിന്റെ ബാക്കിലെ പരിപാടിക്ക് നമ്മളെ കൂടി വിളിക്കണ്ട. നീ വലിയ ഗൾഫ് ജെന്റിൽമാൻ, നിനക്ക് എന്തിനാണ് ഈ നാടൻ സാധനം? എത്ര ഗൾഫായാലും ഇതവിടെ കിട്ടൂലണ്ണ. മുത്തച്ഛൻ മരിച്ചോ? അയ്യോ, മുത്തച്ഛൻ സുഖമില്ലാതെ കിടക്കുക. അതിപ്പോ ഒരു 4 മാസമായിട്ടുണ്ടാവും അല്ലേ? അച്ഛാ അച്ഛാ അല്ല അണ്ണാ, അങ്ങേര് മരിച്ചതിന് ഇവിടുത്തെ പെണ്ണുങ്ങൾ കരയണം തരുന്നേ. കരയാൻ കാരണമല്ല വേണം. ഇത് പരിപാടി വേറെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ചന്ദ്ര വാസമാൻ പണി പറ്റിച്ചാ എന്താ അറിയോ? എന്തിനു പറ്റി? ആളെ എത്തിട്ട് വേണ്ട കരുത്തിൽ ഉണങ്ങാൻ. മാമാ മാമാ ബാസ് മാമാ. ആ എനിക്കറിഞ്ഞു. അല്ലെങ്കിൽ